ധർമ്മസ്ഥലയുടെ ക്ഷേത്രം ഒരു ആത്മീയ കേന്ദ്രം മാത്രമല്ല, ഒരു സാമൂഹിക സാമ്പത്തിക കേന്ദ്രവുമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ എല്ലാ വർഷവും ഇവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഈ സ്ഥലത്തിന്റെ ശാന്തമായ മുഖത്തിന് പിന്നിൽ ഒരു ഭയാനകമായ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഒരു മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 19 വർഷത്തെ ജോലിക്കാലത്ത് ലൈംഗിക പീഡനത്തിനും കൊലപാതകത്തിനും ഇരയായ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ ധർമ്മസ്ഥലയിൽ രഹസ്യമായി വറവ് ചെയ്യാൻ തനിക്ക് നിർബന്ധിതനാകേണ്ടി വന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ മംഗലാപുരത്ത് നിന്നും ഏകദേശം 75 കിലോമീറ്റർ അകലെ പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥലം. ഈ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം ശിവന്റെ രൂപമായ മഞ്ജുനാഥനെ ആരാധിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഈ ക്ഷേത്രം ഹിന്ദു ജൈന സമന്വയത്തിന്റെ ഒരു അപൂർവ ഉദാഹരണമാണ്. കാരണം ഈ ക്ഷേത്രം ജൈന ഹെഗ്ഗഡെ കുടുംബത്തിന്റെ ഭരണത്തിന് കീഴിലാണ്. ധർമ്മസ്ഥല ധർമാധികാരി എന്നറിയപ്പെടുന്ന ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഗഡെ ഈ ക്ഷേത്രത്തിന്റെ തലവനാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗ്രാമവികസനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ ഈ സ്ഥാപനം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ ഒരു വലിയ ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബാങ്കിംഗ് സേവനങ്ങൾ, ഗ്രാമീണ ജനതയ്ക്ക് സാമ്പത്തിക പിന്തുണ എന്നിവയുണ്ട്. ധർമ്മസ്ഥലയുടെ ക്ഷേത്രം ഒരു ആത്മീയ കേന്ദ്രം മാത്രമല്ല, ഒരു സാമൂഹിക സാമ്പത്തിക കേന്ദ്രവുമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ എല്ലാ വർഷവും ഇവിടെ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകൾ വളരെ മനോഹരമാണ്. നേത്രാവതി നദിയുടെ തീരം, പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പ്, ഇവയെല്ലാം ആ സ്ഥലത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ഈ ശാന്തമായ ചിത്രത്തിന് പിന്നിൽ ഒരു ഇരുണ്ട രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ ഈ പുണ്യസ്ഥലത്തിന്റെ പ്രതിച്ഛായയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മാറിയിരിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക. ഇന്ന് നമ്മൾ ഒരു ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കർണാടകയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വിവാദം. ഈ ക്ഷേത്രം ലക്ഷക്കണക്കിന് ഭക്തർ എല്ലാ വർഷവും സന്ദർശിക്കുന്ന, ശാന്തിയും ആത്മീയതയും പ്രസരിപ്പിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ്. എന്നാൽ ഈ സ്ഥലത്തിന്റെ ശാന്തമായ മുഖത്തിന് പിന്നിൽ ഒരു ഭയാനകമായ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഒരു മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നവയാണ്. 1995 മുതൽ 2014 വരെ 19 വർഷത്തെ ജോലിക്കാലത്ത് ലൈംഗിക പീഡനത്തിനും കൊലപാതകത്തിനും ഇരയായ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ ധർമ്മസ്ഥലയിൽ രഹസ്യമായി വറവ് ചെയ്യാൻ തനിക്ക് നിർബന്ധിതനാകേണ്ടി വന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മൃതദേഹം ധർമ്മസ്ഥല ഗ്രാമത്തിന്റെ പരിസരത്തും നേത്രാവതി നദിയുടെ തീരത്തും മറവ് ചെയ്തിട്ടുണ്ടെന്നും ഈ കുറ്റകൃത്യങ്ങൾ ക്ഷേത്ര ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചില പ്രമുഖ വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. 1995 മുതൽ 2014 വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. ഈ വ്യക്തി ഒരു ദളിത് സമുദായ അംഗമാണ്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ പേര് രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. 2025 ജൂലൈ 3 അദ്ദേഹം ദക്ഷിണ കന്നഡ പോലീസ് സൂപ്രണ്ടിനും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനും ഒരു 6 പേജുള്ള പരാതി സമർപ്പിച്ചു. ഈ പരാതിയിലാണ് ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അദ്ദേഹം പറയുന്നത് 1995 മുതൽ 2014 വരെയുള്ള 19 വർഷത്തെ ജോലിക്കാലത്ത് ക്ഷേത്ര ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ നിർദ്ദേശപ്രകാരം ലൈംഗിക പീഡനത്തിനും കൊലപാതകത്തിനും ഇരയായ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ രഹസ്യമായി മറവ് ചെയ്യാൻ തനിക്ക് നിർബന്ധിതരാകേണ്ടി വന്നുവെന്നാണ്. ഈ മൃതദേഹം ധർമ്മസ്ഥല ഗ്രാമത്തിന്റെ പരിസരത്തും നേത്രാവതി നദിയുടെ തീരത്തും മറവ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ഈ കുറ്റകൃത്യങ്ങൾ അതിക്രൂരവും ഭയാനകവുമായ സ്വഭാവമുള്ളവയാണ്. തന്റെ കുടുംബത്തിലെ തന്നെ ഒരു പെൺകുട്ടി പോലും ഇത്തരത്തിലൊരു ലൈംഗിക പീഡനത്തിനിരയായപ്പോൾ മനോവിഷവും ഭയവും കാരണം 2014 താൻ ധർമ്മസ്ഥലം വിട്ട് അജ്ഞാതമായ സ്ഥലത്തേക്ക് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ വർഷങ്ങളായി തന്റെ മനസാക്ഷി അലട്ടിയ കുറ്റബോധം കാരണം ഇപ്പോൾ സത്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചതായി അദ്ദേഹം പറയുന്നു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ ഭരണകൂടവുമായി നേരിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ആരുടെയും പേര് വ്യക്തമായി പറഞ്ഞിട്ടില്ല. തനിക്കും കുടുംബത്തിനും സുരക്ഷ ഉറപ്പാക്കിയാൽ മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലങ്ങളും കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുള്ളവരെക്കുറിച്ചും വിവരങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞു. ഈ ആരോപണങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ മനസ്സിനെ ഞെട്ടിപ്പിക്കുന്നവയാണ്. ഒരു പുണ്യസ്ഥലത്ത്, അതും ലക്ഷക്കണക്കിന് മനുഷ്യർ ഭക്തിയോടെത്തുന്ന ഒരു ക്ഷേത്രത്തിൽ ഇത്തരം ഭയാനകമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടാകുമോ? ഇത് ശരിയാണെങ്കിൽ ഇതിന്റെ പിന്നിലുള്ളവർ ആരാണ്? എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ രഹസ്യങ്ങൾ മറച്ചുവെക്കപ്പെട്ടത്? ഈ ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളവയാണ്. അതിനാൽ തെളിവുകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. 2005 ജൂലൈ 11 ഈ മുൻ ശുചീകരണ തൊഴിലാളി ബെൽത്തങ്ങാടി പ്രിൻസിപ്പൽ സിവിൽ ജഡ്ജി ആൻഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരായി. അവിടെ അദ്ദേഹം താൻ രഹസ്യമായി പുറത്തെടുത്തതായി അവകാശപ്പെടുന്ന ചില മനുഷ്യരുടെ അസ്ഥികൂടങ്ങളുടെ ഭാഗങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു. ഈ അസ്ഥികൾ ബെൽത്തങ്ങാടി പോലീസ് പിടിച്ചെടുത്തു. ഇത് അന്വേഷണത്തിന് ഒരു പ്രധാന വഴിത്തിരിവായി മാറുമായിരിക്കും. പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ 2025 ജൂലൈ 4 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 211A പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ഇപ്പോൾ പരാതിക്കാരന്റെ നിലപാട് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അതേസമയം ഈ പരാതിക്കാരന് 2018 വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമിന് കീഴിൽ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. ജൂലൈ 10 ദക്ഷിണ കന്നഡ ജില്ലയിലെ അധികൃതർ ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക അറിയിപ്പ് പുറപ്പെടുവിച്ചു.
അന്വേഷണം ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലാണ്. ദക്ഷിണ കന്നഡ പോലീസ് സൂപ്രണ്ട് കെ അരുൺ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ പരിശോധിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ പുറത്തുവന്നതോടെ ധർമ്മസ്ഥല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ റാവു ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. 1980 മുതൽ അവിടെ അടക്കം ചെയ്യപ്പെട്ട അജ്ഞാത മൃതദേഹങ്ങളുടെ എല്ലാ രേഖകളും പഞ്ചായത്ത് സൂക്ഷിക്കുന്നുണ്ട് എന്നും 1980 മുതലുള്ള വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഇവ വ്യക്തമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്ര വിവാദം നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഒരു ശുചീകരണ തൊഴിലാളിയുടെ ധൈര്യത്തോടെയുള്ള വെളിപ്പെടുത്തൽ നീതിക്കായുള്ള ഒരു പോരാട്ടത്തിന്റെ തുടക്കമായിരിക്കാം. അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. ഒരു ആരോപണം എന്നതിനപ്പുറം കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾക്കാർക്കും ഇതുവരെ അറിയില്ല. ഇതൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കട്ടെ. ആ പറഞ്ഞതുപോലൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും ആ പ്രതികളെ ശിക്ഷിക്കപ്പെടുകയും വേണം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.